അസ്സലാമലൈക്കും. ഒരു കഥ കേട്ട് പോയാലോ? സഹനശീലനായ അയ്യൂബ് എന്ന പേരിൽ അറിയപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന് നല്ല കുടുംബവും വമ്പിച്ച സ്വത്തും നൽകപ്പെട്ടിരുന്നു കേട്ടോ. 10 മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. 7000 ആടുകള്, 3000 ഒട്ടകങ്ങള്, 1000 കാളകള്, 500ഓളം കഴുതകളും അസംഖ്യം കൂലിക്കാരും ഉണ്ടായിരുന്നു. ഇത്രത്തോളം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഒരു ദുഷ്പ്രവൃത്തിയിലോ പാപമോ ചെയ്തിരുന്നില്ല കേട്ടോ. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൂട്ടത്തോടെ ആപത്ത് വന്നു ചേരുകയാണ്. അതിൽ തൻ്റെ കാളകൾ കൊള്ളയടിക്കപ്പെടുകയാണ്, മക്കൾ മരണപ്പെടുകയാണ്, അതേപോലെ തൻ്റെ വേലക്കാര് കൊല്ലപ്പെടുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ആ രോഗം ബാധിച്ചതോടെ തൻ്റെ കുടുംബവും ഇട്ടെറിഞ്ഞു പോയി. 13 വർഷത്തോളമാണ് അയ്യൂബ് നബി ഈ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടത്. എത്രത്തോളം കഠിനമെന്ന് ഞാൻ പറഞ്ഞിട്ടെ. തൻ്റെ ഭാര്യ റഹ്മ കൂലിവേല ചെയ്തുകൊണ്ട് നബിയെ പോറ്റുന്നൊരവസ്ഥ വരെ എത്തി. അദ്ദേഹം ഇത്രത്തോളം ഉണ്ടായിട്ടും നന്ദികേടിന്റെയോ ക്ഷമകേടിന്റെയോ ഒരു വാക്ക് പോലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ആത്മാവിൽ ദൃഢവിശ്വാസവും ഹൃദയത്തിൽ സഹനവും തന്റെ നാവിൽ നന്ദിയുടെ വാക്കുമായിരുന്നു സ്ഥലം പിടിച്ചിരുന്നത്. അങ്ങനെ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. നബി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഉണ്ടായിരുന്നതിനേക്കാൾ 4 ഇരട്ടി അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു അയ്യൂബ് നബിയെ അനുഗ്രഹിച്ചു. തന്റെ ഭാര്യ റഹ്മ 26 മക്കളെ പ്രസവിച്ചു. തന്റെ സുഖ സൗകര്യങ്ങളെല്ലാം തിരിച്ചു കിട്ടി. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് അയ്യൂബ് നബി ഈ പരീക്ഷണത്തെ നേരിട്ടതെന്ന്? അത് സ്വബർ എന്ന് പറഞ്ഞ ക്ഷമ കൊണ്ട് മാത്രം നേരിട്ടതല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി. നമുക്കൊരു പരീക്ഷണം വരികയാണെങ്കിൽ 1-ാമത്തെ ദിവസം ഓക്കെ, 2-ാമത്തെ ദിവസം ഓക്കെ, 3-ാമത്തെ ദിവസം ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകും, റബ്ബേ എനിക്കെന്തിനാണ് ഈ പരീക്ഷണം എന്നുള്ളത്. നമ്മളങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ. പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാം നമുക്ക് അതിന്റെ ഗുണപാഠമാണ്. ഉപകാരപ്പെടുന്ന അറിവിൽ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജസാക്കല്ലാഹ് ഖൈറൻ.